അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് സഞ്ജയ് ഫ്രം ദ ട്വിൻസ് ചാനൽ. സോ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് പ്ലൂട്ടോ ഒഫീഷ്യൽ ട്രെയിലർ. നീരജ് മാധവ്, അൽതാഫ്, സലീം, അജു വർഗീസ്, ആർഷ ബൈജു എന്നൊക്കെ പറയുന്ന ആർട്ടിസ്റ്റാണ്. ഒബ്വിയസ്ലി എനിക്കറിയാവുന്ന കുറച്ച് പേരുകളേ ഉള്ളൂ ഇതിനകത്ത്. സോ എനിവേയ്സ് നമുക്ക് ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ. ക്ലാപ്പനങ്കോട് ബീച്ചിൽ നിന്നൊരു ഏലിയനെ കിട്ടി. അതും മദ്യം മാത്രം കഴിക്കുന്ന ഏലിയൻ. ഞാനൊരു സയന്റിസ്റ്റാണ്. നിങ്ങൾ കാണേണ്ടത് ഒരു സൈഫൈ ആണോ മൂവി? ഒരു കോമിക് ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒന്ന് സൈഫൈ മൂവി ആണെന്ന് തോന്നുന്നു. അക്കൗണ്ടബിലിറ്റി കാണിക്കണം. സ്വന്തം മിസ്റ്റേക്സ് ഓൺ ചെയ്യാനെങ്കിലും പഠിക്കാം. ഞാൻ മനഃപൂർവ്വമല്ലല്ലോ. ഇൻവെസ്റ്റേഴ്സ് ലീഗൽ നോട്ടീസ് അയക്കുന്നല്ലേ പറയുന്നത്? എങ്ങനെ അടച്ചു നിർത്താനാ പ്ലാൻ? ഓ, മാനത്തൊന്ന് പൊട്ടി വീഴുമായിരിക്കും അല്ലേ? നിന്നെപ്പോലൊരു നിഷ്കളങ്കന്റെ കൂടാടുന്നു ഹ്യൂമൻ സ്പീഷീസിനെ മൊത്തം എറാഡിക്കേറ്റ് ചെയ്യാൻ വന്ന കൊട്ടും ഭീകരനാണവൻ. ഇൻട്രോ ഒന്നും വേണ്ട. അതെന്തോ സാരോടെ ഇത്. അയ്യോ, ഇതെന്ത് സാരോടെ ഇത്. അപ്പൊ കാര്യത്തിലേക്ക് വരാം. ഇവരിൽ ആരുടെ സൂപ്പർ പവർ ആയിരിക്കും? എനിക്ക് ഒന്ന് മറ്റേ PK മൂവിയുടെ ഒരു ലൈനാണ് കേട്ടോ. ആ ഒരു കോൺസെപ്റ്റ് പിടിച്ചാണ് ചെയ്തേക്കുന്നത്. അതിൽ PKയുടെ ഇത് കാണിച്ചിട്ടുണ്ട്. ജാതുവാണ് അവൻ. കേരള വി സ്പീക്ക് മലയാളം. മലയാളം നിങ്ങൾ മനുഷ്യർക്ക് ഭക്ഷണം എങ്ങനെയാണ് അതിന് സമാനമാണ് ഞങ്ങളുടെ ഗൃഹത്തിൽ ആൽക്കഹോൾ. എന്തിനാ ഈ ഭൂമിയിലോട്ട് വന്നേ? ഒരു ഫ്ലാഷ് ബാക്ക് പറയേണ്ടി വരും. ഇതെല്ലാം പിള്ളേരാണ്. He's cold-blooded, merciless, and a born criminal. ഈയിടെയായിട്ട് ഇങ്ങനത്തെ കുറച്ച് മൂവീസ് ഇറങ്ങുന്നുണ്ട്. ഈ മറ്റേ എന്താണ് മസ്തിഷ്ക മരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പടങ്ങളൊക്കെ ഇറങ്ങിയില്ലായിരുന്നു. ഏതാണ്ട് ആ ഒരു ലൈനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഐറ്റം ഈ ഭൂമി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ടൈഗർ തമ്പി ഇട്ടിക്കും. കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അറേബ്യൻ സീയിൽ ഒരു UFO പതിച്ചു എന്നാണുള്ളത്. വിഘ്നേഷ് രാഘവൻ എന്ന ചെറുപ്പക്കാരന്റെ വീട്ടിൽ അന്യഗ്രഹ ജീവി ഉള്ളതായി സൂചന. എന്തെങ്കിലും ഒരു പവർ ഉണ്ടാവില്ല. ഫുൾ കോമിക് വൈബ്. പോലീസും പട്ടാളവും പത്രക്കാരും ഒക്കെ വരും. അവര് തിരിച്ചും മറിച്ചും പലതും ചോദിക്കും. ഒന്നും വിട്ട് പറയരുത്. ഓക്കെ? ഈ രഹസ്യം എന്നോട് കൂടി മണ്ണടി. ഫ്രം ദൃശ്യം. ഇവിടെ ഇവ ഒരു കോമഡി. ട്രംപിന്റെ അമേരിക്കയ്ക്ക് മാത്രമല്ലടാ, തമ്പിയുടെ കേരളത്തിലും ഉണ്ടടാ. ഇവിടെ സംഗതി കൊള്ളാം കേട്ടോ. പരിപാടി ഉള്ളു. എന്തായാലും ട്രെയിലർ ഇറങ്ങി, അത്രേ ഉള്ളൂ, കൂടുതലൊന്നും ഇല്ലല്ലോ. ഓക്കെ. സോ എനിവേയ്സ്, പ്ലൂട്ടോ. ഞാൻ ആ പുള്ളിയുടെ ആ ഇൻട്രോ കാണിച്ച ആ മുഖമാണ് എനിക്ക് കോട്ട് മീ ഓഫ് ഗോഡ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സംഭവമായി പോയി കേട്ടോ. സോ എനിവേയ്സ്, പടം എല്ലാവരും ഈ മസ്തിഷ്ക മരണം ഇങ്ങനെയൊക്കെ കുറച്ച് ഈയിടെയായിട്ട് കുറച്ച് എക്സ്പെരിമെന്റൽ മൂവീസ് ഇറങ്ങുന്നുണ്ട്. അതായത് എന്താണ്, കുറച്ച് ഡിഫറെൻറ്റ് വൈബായിട്ട് അവർ ചെയ്യാൻ നോക്കുന്നതാണ്. സോ എനിക്ക് ഇങ്ങനത്തെ മൂവീസൊക്കെ ഇഷ്ടമാണ്. ലൈക്ക് പുതിയൊരു നോർമൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവീസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട്. ലൈക്ക് ഇഫ് ദേ ആർ, കുറേ ആൾക്കാർ ഈ പടം മനഃപൂർവ്വം പൊട്ടിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈവൻ ഇഫ് ദേ ആർ ഡൂയിങ് ദാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു പുതിയ എന്താണ്, ഒരു മൂവിയുടെ ഒക്കെ തന്നെ ഒരു പുതിയ ജോണറൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കുന്നത് നല്ലതാണ്. ആൻഡ് ഐ ലൈക്ക് ദിസ്. ഇതിപ്പോൾ ട്രെയിലർ കണ്ടിട്ട് നമുക്കങ്ങനെ പടം, നമുക്കൊരു ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് പടത്തിൻ്റെ ലൈൻ എന്നുള്ളത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഫൺ മൂവി. പവർ പാക്ഡ്, ഒരു നല്ലൊരു വൈബുണ്ട്. ആൻഡ് ആ ഒരു ഏലിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്, പിന്നെ ആ ഒരു കോൺസെപ്റ്റ് പറയുന്നത് എല്ലാം രസമായിരിക്കും. ഇപ്പം ഇങ്ങനെ തന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ തന്നെ ഈ ഒരു ഫൺ ബേസിൽ ഇവർ ക്യാരി ഔട്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയാണ്. ഇപ്പം ഈ നീരവ് മാധവ് ആണെങ്കിലും, പിന്നെ നമ്മുടെ അജു വർഗീസ് പിന്നെ അറിയാമല്ലോ, ആ ഒരു വേഷം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കോമഡി ആർട്ടിസ്റ്റ് ആണെങ്കിലും പുള്ളി ഈ വില്ലൻ കോമഡി ചെയ്യുന്ന ഒരു പരിപാടിയാണ് പുള്ളി എപ്പോഴും ചെയ്യുന്നത്. മറ്റേ ഇതിനകത്ത പോലെ നമ്മുടെ
മിന്നൽ മുരളിയിൽ വില്ലൻ പുള്ളി ആ ഒരു വില്ലനിസം പുള്ളി കാണിക്കുന്നുണ്ടെങ്കിലും പുള്ളി കാണിക്കുന്നതല്ല ആ ഒരു കോമഡി ലൈനിലാണ് കാണിക്കുന്നത്. സോ വില്ലനും പിന്നെ പുള്ളിയും കൂടെ കയറി വന്നപ്പോൾ പുല്ലനെന്നായി പോയി. സോ എനിവേസ് അതുകൂടെ. സോ അപ്പൊ അതാണ് പരിപാടി. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ഡിഫറെന്റ് വൈബ് ആയിരിക്കും. എന്നാണ് റിലീസ് എന്നുള്ളത് നോക്കട്ടെ. റിലീസ് എന്നാന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി റിലീസ്ഡ് 30th July. അപ്പൊ ഇനി 3 ദിവസം കൂടെ ഉള്ളൂ റിലീസിന്. സോ എനിവേസ് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ ഐ ലൈക്ക് ദിസ് ട്രെയിലർ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പറയൂ. സോ ഐ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ സബ്സ്ക്രൈബിംഗ്. ഡെയിലി വീഡിയോ വരുന്നുണ്ട് ആൻഡ് വി ആർ ഗോയിങ് ലൈവ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. വി വിൽ ബി ഡൂയിങ് ലൈവ് സ്ട്രീം. എന്തൊക്കെ റാൻഡം എന്റർടൈൻമെന്റ് സ്റ്റഫ് ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഐ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം ഗൈസ്. ബൈ.